ഹലോ കൂട്ടുകാരി, ഇന്ന് നമ്മളൊരു നാടൻ കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ തക്കാളിയും മുരിങ്ങക്കോലും ഇട്ടുള്ളൊരു നാടൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ? നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് തക്കാളിയും 1 മുരിങ്ങക്കോലും 2 പച്ചമുളകും 2-3 ഉള്ളിയും കൂടി അരിഞ്ഞതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും മുരിങ്ങക്കോലും എല്ലാം ഇട്ട് കൊടുക്കാം. തക്കാളിയും മുരിങ്ങക്കോലും ഒക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഉടഞ്ഞു പോകാതെ വേണം നമ്മുടെ മുരിങ്ങക്കോലൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങക്കോലൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കളറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഒരു പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പക്ഷേ ഇതിൻ്റെ ജീരകത്തിൻ്റെ ചുവയൊന്നും വേറെ വരത്തൊന്നുമില്ല. ഒരു പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല മയത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിക്കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ മിക്സി കഴുകിയതിന് ശേഷം. ഇതിനകത്ത് ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ കറി ഇങ്ങനെ ഒരു വെള്ളം പോലെ ആയി പോകുമേ. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തക്കാളി വേവിച്ച വെള്ളമൊക്കെ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. കറി ഒന്ന് തിളച്ചാൽ മതി. അതിനുശേഷം നമുക്ക് കടുക് വറുത്തിടാം കേട്ടോ. കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടുകും ഉഴുന്ന് പരിപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഉലുവ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാൻ നല്ലൊരു മണമൊക്കെ കിട്ടും. അതിനകത്തേക്ക് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ തക്കാളി മുരിങ്ങക്കോലുമായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ഞാൻ പല രീതിയിലും തക്കാളിക്കറി തയ്യാറാക്കാറുണ്ട് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പല രീതിയിൽ തയ്യാറാക്കുന്ന തക്കാളി കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് തക്കാളിയും മുരിങ്ങക്കോലും ചേർത്തിട്ടുള്ളൊരു കറിയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.